ഉമ്മ മീറ്റിങ്ങിന് പോയിണ്ടായിരുന്നേ. മാർക്കൊന്നും കുഴപ്പമില്ല. മാത്സിൽ ഇത്തിരി കുറവുണ്ട്. എങ്ങനെയാ മൊബൈല് നോക്കിയിരിക്കലല്ലേ പണി. അതൊന്ന് കുറച്ച് കഴിഞ്ഞാ മാർക്ക് കിട്ടും. അതെന്താ കുറവല്ലേ? ഇപ്പൊ മാത്സിൽ തോറ്റു കഴിഞ്ഞാ പോയില്ലേ കാര്യം. എന്താ എല്ലാരും കൂടി സംസാരിച്ചിരിക്കണ്? വർക്കിംഗ് ഡ്രസ് ആണ് അലക്കാൻ. പിന്നെ എന്തൊക്കെ ഇന്ന് പണി നേരത്തെ കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങിന് പോയില്ലേ? പി ടി മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞു? സാധാരണ പറയണ പോലെ തന്നെ മൊബൈലൊക്കെ ഒന്ന് കുറയ്ക്കുക, കാണല് കുറയ്ക്കുക, പഠനത്തിൽ ശ്രദ്ധിക്കുക. കണക്കിന് മാർക്ക് കുറവാ. ബാക്കി വിഷയങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ ക്ലാസ്സിൽ എങ്ങനെ ഉണ്ട്? എന്താണ് പൊതുവെ ടീച്ചേഴ്സിന്റെ? വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ മാർക്ക് ഈ ഒരെണ്ണത്തിൽ കുറഞ്ഞ പ്രശ്നം മാത്രം. എന്താ മോളെ മാത്സിൽ കുറഞ്ഞ? ഇഷ്ടല്ല പറഞ്ഞാലൊക്കെ എല്ലാ വിഷയം പഠിക്കണ്ടേ? അത് ഇഷ്ടല്ല എന്ന് പറഞ്ഞിട്ട് അത് നോക്കൂല. സ്കൂളിൽ നമുക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കണം. ട്യൂഷന് വിടാ, പിന്നെ കുഴപ്പമില്ലല്ലോ. മാത്സിന് മാത്രം ട്യൂഷൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്സില് തോറ്റു കഴിഞ്ഞാ പിന്നെ കാര്യണ്ടാ? എല്ലാ സബ്ജക്റ്റിലും ജയിക്കണ്ടേ? ഇവളിപ്പോ വലിയ മാർക്ക് കെട്ടിക്കണം വന്നിട്ട് ഈ കസാലി കുത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നും മട്ടപ്പൂച്ചിക്കാരൻ. ഇപ്പൊ ഉമ്മ പഠിച്ച പോലെയല്ല ഇനിയുള്ള കാലം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഓരോ ഇതിനും ഇപ്പൊ ഓരോ ക്ലാസ്സുകളിൽ ജയിച്ചു പോകാനും, അതുപോലെ തന്നെ SLC കഴിഞ്ഞാൽ പിന്നെ +1 അഡ്മിഷൻ കിട്ടാനും, അതുപോലെ +2 കഴിഞ്ഞാൽ ഡിഗ്രിക്കോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ മാർക്കുകൾ നല്ലോണം വേണം. എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് തന്നെ ഉണ്ടെങ്കിൽ ഇനി അത്രയും ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ ഇപ്പൊ നടക്കണേ. അമ്മ ജയിക്കട്ടെ. ഇപ്പൊ തന്നെ ഓർക്ക് അതിനൊരു മോട്ടീവ് കൊടുക്കണ്ടേ നമ്മള്? കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ഇതിനനുസരിച്ച് പറഞ്ഞ് ഇതാക്കിയല്ലേ വേണ്ടേ? ഇപ്പൊ പഠിച്ചാലല്ലേ ജയിക്കുള്ളൂ. ഓള് വേറെ വിഷയത്തിലൊന്നും പ്രശ്നമില്ല, മാത്സിലെ പ്രശ്നം മാത്സ് മാത്രമേ ഉള്ളൂ. അതൊന്ന് വേണമെങ്കിൽ അതിന് ട്യൂഷൻ വിടാം. അതെ. അംസാക്കാക്ക് ചായ കൊടുത്തിട്ടില്ലായിരുന്നു? ഞാൻ ഉമ്മനെ ഏൽപ്പിച്ചിട്ടാ പോയിരുന്നു. ഉമ്മ ചായ കൊടുത്തില്ല? ഉമ്മ ഞാൻ ചായ എന്തേ 4 മണിക്കൊരു ചായ കൊടുക്കാം? 4 മണിക്ക് ചായ പുതിയാപ്പളം സരിക്കച്ചാൻ കൊടുന്നല്ലേ. ഈ പണിക്കാരെയൊക്കെ നിർത്തണ്ട മാതിരി നിർത്തണം, മനസ്സിലായ? 4 മണി ചായ പറഞ്ഞാൽ അയാളെ കുത്തുന്നത് അത് ഇങ്ങനെ നാട്ടിലെ വിഷയം ഇപ്പൊ പറയും. ശരിയാ. പിന്നെ ഒരു ഗ്ലാസ് ചായ കൊടുത്തൂടെ? പോകുമ്പോ 1200 ഉറുപ്പിക വേണോ? കോട്ടമ്മ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയല്ലേ. ആൾക്ക് ചായ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു എന്താണെങ്കിലും ഒരാൾക്ക് ഒരു ചായൻ്റെ വെള്ളം കൊടുക്കല്ലോ. അതൊരു മോശപ്പെട്ട കാര്യമല്ലല്ലോ. പണിക്കാരനാണെങ്കിലും അല്ലെങ്കിലും ആ സമയത്ത് വേറെ ആരെങ്കിലും ഒരാൾ നമ്മളെ വീട്ടിൽ വന്നാലും നമ്മൾ കൊടുക്കൂല ഒരു ചായ? ആയിക്കോട്ടെ. ഈ അംസാക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു പണിക്കാരൻ മാത്രമല്ലോ, നമ്മളെ തൊട്ട അയാൾ വീട്ടുകാരനാണ്. അവിടെ പോയി കുടിച്ചു വരുമ്പോ അത്രയും സമയം നമുക്ക് തന്നെയല്ലേ നഷ്ടം. അയാൾ ആ സമയത്ത് വീട്ടിൽ ചായ കുടിക്കാൻ പോയാല് അപ്പൊ അത്രയും സമയം പണി മുടങ്ങിയല്ലേ? പണി മാറ്റി പോകുമ്പോ ഈ കുട്ടന്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് പോയാൽ മതി. ഞാൻ പയ്യാക്ക് ചായ ഉണ്ടാക്കും. ആ സമയത്ത് ഒരു ചൂടുള്ള വെള്ളം കിട്ടുക, ഒരു ചായൻ്റെ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും പണിക്കാരാകും. പ്രത്യേകിച്ച് അവരിങ്ങനെ പിന്നെ ക്ഷീണിക്കല്ല. അപ്പൊ ഒരു ഇത് കൊടുക്കണേല് ഞാൻ ഈ മൊബൈലില് ഫേസ്ബുക്കിൽ നല്ലൊരു പരിപാടി ഉണ്ട്, ഇങ്ങനെ കാണുന്നു. അതിന്റെ ഇടയ്ക്ക് കൂടെ അയാൾ ഇങ്ങനെ നോക്കും ചായക്കേക്കാരോ. ഞാൻ അവിടെ നോക്കിയിട്ട് തന്നെ ഇല്ല. എന്തിപ്പോ വീടിക്ക് പോവാ? പോകുമ്പോഴേ ഉമ്മാക്ക് ഒരു 39 ഉറുപ്പ്യനെ നെറ്റ് കയറി. എന്ത് കഴിഞ്ഞി അവിടെ വന്ന് നോക്കിയപ്പോ എളുപ്പമാണ് കഴിഞ്ഞിക്കത്. ഇവിടുന്ന് എളുപ്പം കഴിയണം. നിങ്ങൾ കൂടുതൽ സമയം പിന്നെ അല്ലേ? അവിടെ ഇപ്പൊ വൈഫൈ ഒക്കെ ഉണ്ട്. ഇവിടെ ആ സാധാരണ ഇല്ല തോന്നുന്നു. ഇവിടെ ആർക്കമ്മ വൈഫൈ? ഇവിടെ ഞങ്ങൾക്ക് രണ്ടാക്കോരോ പോണ്ട. അതിലുള്ള നെറ്റിനുള്ള ഞങ്ങൾക്ക് അതിന് തന്നെയുള്ള സമയമല്ല. 1.5 GB ഉപയോഗിക്കാൻ ഞങ്ങൾക്കില്ല, സമയമല്ല. എനിക്കാണെങ്കിൽ തികയണില്ല. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല. ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കാണല് എന്താ? നിങ്ങൾ വേളും കാര്യം അങ്ങനത്തെ ഒന്നും കാണലില്ലല്ലോ. പിന്നെ നിങ്ങൾ ഈ റീൽസ് കണ്ടുത്തിരുന്ന് കണ്ടല്ലേ? നല്ല രസമാണ്. ചീത്ത പറയാനിരുന്നിട്ട് ഫോണിൽ കണ്ടിട്ടോ. ആ തള്ളണ്ടല്ലോ, അച്ഛനം കെട്ട തള്ളയാണ് ആ തള്ള. ഭയങ്കര പോരാണ്. ഇവിടുന്നാണ് പോയിട്ടാണ് ഇനി പല പെണ്ണുങ്ങളെ ചോദിച്ചു പറയാ. നിങ്ങളെ പറഞ്ഞു തൊട്ടി ഞാനേ പോരുമ്പോഴേ ഞാൻ അംസാക്കണ്ടിരുന്ന അവിടെ കടയിലേ. അപ്പോ അങ്ങനെ പറഞ്ഞു, പിന്നെ ഈ ചായന്റെ പൈസ തരണം കേട്ടോ.
അപ്പൊ ഞാൻ ചായ വേണേ അവിടെ കുടിച്ചോളിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഹംസാക്ക പറഞ്ഞു ഇങ്ങനെ ചായ 4 മണിക്കട ചായ കിട്ടുന്നതാണ്, അത് കിട്ടിയില്ല, എന്താ ഇപ്പൊ അവിടെ ആരും ഇല്ലേനി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ നമ്മള് ഷമീറ ഇങ്ങോട്ട് സ്കൂൾ മീറ്റിങ്ങിന് പോയിനി, പിന്നെ അവിടെ ഉമ്മ ഉണ്ടിനല്ലോ, ഓളെ ഉമ്മ ഉണ്ടിരുന്ന അവിടെ പറഞ്ഞ അമ്മായിമാക്ക് എന്തോ ഒരു വേനക്കേട് ഉണ്ട് എന്നോട് എന്നൊക്കെ പറഞ്ഞു മൂപ്പര്. അപ്പൊ നമ്മളെന്താ പറയാ ഇപ്പൊ ഇങ്ങനെ പണിയെടുക്കുന്ന ആളുകളല്ലേ, അപ്പൊ ഒരു ശരിയാണ് ഇക്ക, എനിക്കറിയാം. പിന്നെ ഇക്ക പറയുമ്പോ ഞാനും കൂടി ഉമ്മേനെ പറഞ്ഞ ഉമ്മക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ, ഉമ്മ ഇടയ്ക്ക് നിക്കാൻ വരണല്ലേ, വിഷമായെന്ന് ഞാൻ പറയാഞ്ഞ. നമുക്ക് എന്താ പറയാ ഇപ്പൊ ഉമ്മ പിന്നെ നമ്മളിപ്പോ ഞാനും ഇജൊക്കെ ഇവിടുന്ന് പോകുമ്പോ നമ്മള് എന്താ കരുതണ, ഉമ്മ നമ്മള് ചെയ്യുന്ന കാര്യം ഉമ്മ ചെയ്യുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോണത്. ഹംസാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഉമ്മാക്ക് ചിലപ്പോ ഹംസാക്കാരന ഒരു പണിക്കാരൻ മാത്രമാവും, പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഇപ്പോ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു ഹംസാക്ക. ഉപ്പ ഉള്ള കാലത്തും ഉപ്പ മരിച്ചിട്ടും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എല്ലാത്തിനും സഹായം ചെയ്യുന്ന ഒരാളാണ്. അറിയില്ല നമ്മളെ വീടുകൾ പറഞ്ഞാൽ എന്ത് കാര്യം കണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അവിടെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ട് കൈമാറണം, നമ്മൾ ആ രീതിയിൽ കഴിയുന്നുണ്ട്. ഉമ്മ ഇനിയിപ്പം നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരണല്ലേ, ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് മുഷിച്ചിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അല്ല മുഷിപ്പല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉമ്മ ഇത് പറഞ്ഞപ്പോ ഹംസാക്കാക്ക് നമ്മളോട് മുഷിപ്പ് ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ വരുന്നത് പണിക്ക് വരുന്ന ഒരാൾക്ക് ഒരു ചായ കൊടുക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ആരും തൊലഞ്ഞു പോയിട്ടില്ല ഉണ്ടോ, ഒരാൾക്ക് ഒരു ചായ വെള്ളം കൊടുത്തോണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഞാനും ഇതുപോലെ പണിക്ക് പോകുന്ന ആളല്ലേ, ഞാൻ എത്രയോ വീടുകളിൽ പണിക്ക് പോകണം, എത്രയോ വീടുകളിൽ നിന്ന് ചായയും ചോറും കഴിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്. ഇപ്പൊ നമ്മള് പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു 4 മണിക്ക് ഒരു ചായൻ്റെ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആശ്വാസമാണ്. അത് കിട്ടിയില്ലേ ഞാൻ പല വീട്ടിൽ നിന്ന് ചോദിക്കലുണ്ട്. അപ്പൊ ആരും അങ്ങനെ തരാതൊക്കെയല്ല ആ സമയത്ത്. പിന്നെ ചായ മാത്രമല്ല എന്തെങ്കിലും സ്നാക്സ് ഇങ്ങനെയൊക്കെ എല്ലാവരും കൊടുക്കുന്നതാണ്. അപ്പൊ അത് അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ 10 മണിക്ക് ചായക്കാണെങ്കിൽ ഒരാൾ പോയിട്ട് പുറത്തുനിന്ന് പോയിട്ട് പിന്നെ പൊറാട്ട എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും, ചായ അവിടുത്തെ വീട്ടുകാർ ഉണ്ടാക്കി തരും. ചോറ് പിന്നെ അവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകും ചേർത്ത ചോറ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് ചെയ്യല്. പക്ഷെ അതിലൊക്കെ ഇപ്പൊ ഉമ്മ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഹംസാക്കാന്റെ ഇത് പറഞ്ഞപ്പോ ഒരു ഭയങ്കര മനസ്സിൽ ഒരു ഇടങ്ങാറ്. അതെ, ഇക്ക ഹംസക്കോടൊന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി, ഉമ്മയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഇല്ല, അതിന് ഹംസാക്ക അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞതല്ല. ഹംസാക്കുള്ളതിനെക്കാളും പ്രശ്നം എനിക്കാണ് പോയി ഉണ്ടായത്. ഹംസാക്ക പറഞ്ഞപ്പോ ഹംസാക്ക അതൊരു വലിയ പ്രശ്നമായി പറഞ്ഞതല്ല. അപ്പൊ ഹംസാക്ക ഇപ്പൊ അവിടെ ചായ കുടിക്കുകയാണെങ്കിൽ ഹംസാക്കാന്റെ പൈസ ഞാൻ കൊടുക്കും, ചിലപ്പോൾ ഞാൻ കുടിക്കണേടാ ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സംഭവം. പക്ഷെ ഹംസാക്കാക്ക് നമ്മളെ വീട്ടിൽ പണിയെടുത്തിട്ട് ആ സമയം ഒരു 4 മണിക്കൊരു ചായ കിട്ടിയില്ല എന്ന് പറയുമ്പോ ഉള്ള നമുക്കൊരു വിഷമം ഉണ്ടല്ലോ, അതാണ്. അല്ല ഹംസാക്കാക്ക് അവിടെ വിഷമം ഉണ്ടായോ എന്നുള്ള വിഷമം ഉണ്ടാവും. ആർക്കാണെങ്കിൽ പണിയെടുക്കുന്ന ആൾക്ക് ആ സമയത്ത് വെള്ളത്തിന് ആഗ്രഹം ഉണ്ടാവും. പിന്നെ അപ്പൊ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാക്ക് എന്താ വെച്ചാല് ഉമ്മാക്ക് അങ്ങനെ ഒരു പിന്നെ ആളുകളേറ്റ് അല്ലെങ്കിൽ ഇപ്പൊ അവിടുത്തെ അയൽവക്കക്കാരൊക്കെ സ്വഭാവം കൊണ്ടായിരിക്കും അടുത്ത ആളുകളോടൊന്നും അത്ര ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളും ഇല്ലാത്തത്. പക്ഷെ അതുപോലെ അല്ലല്ലോ നമ്മളിവിടെ അങ്ങനെ ഒരു ഇതല്ലേ. മാഡം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ഇവിടുത്തെ പരിസ്ഥിതികളും നമ്മളെ അയൽവക്കവും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുത്തിട്ട്. കാരണം നമ്മളിപ്പോ എന്ത് കാര്യത്തിനും ഇപ്പൊ എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടായിക്കോണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ പിന്നെ മാസത്തിലല്ലേ ഞാൻ പിന്നെ കൂട്ടുകാരൊപ്പം ഞങ്ങളൊരു പിന്നെ ഊട്ടിക്ക് ട്രിപ്പ് അടിച്ചു. അന്ന് ഇവിടെ രാത്രി മൂക്ക് സുഖമില്ലാതെ ആയിട്ട് ഹംസാക്കെല്ലാം വന്ന് കണ്ട് ആശുപത്രിക്ക് കൊണ്ടാകാൻ ഒപ്പം പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അയൽവക്കക്കാരെന്ന് പറയുന്നത് ഹംസാക്കാനോട് ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് നമ്മളതൊരു ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സംഭവമാക്കിയിരിക്കണമെന്ന് തോന്നണ്ട. അത് പറഞ്ഞു ഉമ്മാനോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എന്നാലേ ഞാന് പിന്നെ അങ്ങോട്ടും പോയി എന്തെങ്കിലും സാധനം എന്തെങ്കിലും വാങ്ങാണ്ടോ, വാട്സപ്പിൽ ഇട്ടോ.